ഹായ് എവ്രി വൺ, വെൽക്കം ടു കെംഫോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് HSAയുടെ മൊഡ്യൂൾ 8 നിന്നും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. ഓർഗാനിക്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്നത് ഈ ഒരു മൊഡ്യൂളിലാണ്. സോ മൊഡ്യൂളിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമുക്ക് ആ ബേസിക് സാധനങ്ങൾ, നോമൻക്ലേച്ചർ, അതേപോലെ ഹൈബ്രിഡൈസേഷൻ, പിന്നെ വരുന്നത് സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നിന്നും റെസിമിക് മിക്സ്ചർ, ഡയസ്റ്റീരിയോമേഴ്സ്, ഇനാൻഷ്യോമേഴ്സ്, അവർ തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്റ്റീവ്, മീസോമെറിക്, ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ദെൻ റിയാക്ഷൻ മെക്കാനിസം, സബ്സ്റ്റിറ്റ്യൂഷൻ, എഡിഷൻ, എലിമിനേഷൻ എല്ലാം തന്നെ ചോദിച്ച് കാണാറുണ്ട്. അതേപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, ആൽക്കൈൽ ഹാലൈഡ്സ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്, ഈ ഒരു ഭാഗം. പിന്നെ വരുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പോർഷനാണ് അരോമാറ്റിസിറ്റി. അത് കഴിഞ്ഞിട്ട് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ പറ്റി പ്രത്യേകം സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിയാക്ഷൻസും പ്രിപ്പറേഷനൊക്കെ വളരെ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. പിന്നെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് പോളിമർ കെമിസ്ട്രി ആണ്. അത് കമ്പാരിറ്റീവ്ലി ഈസി ടോപ്പിക്കാണ്. ഫൈനലി ബയോമോളിക്യൂൾസ്, അവിടെ നിന്നും അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുണ്ട്, പക്ഷേ ഈസി ആണ്. ഓക്കെ, സോ ഇത്രയും ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ നോക്കാം. ആദ്യത്തേത് അസറ്റൈൽ സാലിസിലിക് ആസിഡിൻ്റെ IUPAC നാമകരണം ഏതാണ്? സോ IUPAC നെയിമിംഗ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. സോ ആദ്യം തന്നെ സാലിസിലിക് ആസിഡ് നമുക്കറിയാവുന്നതാണ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡിനെയാണ് നമ്മൾ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സാലിസിലിക് ആസിഡ്. ഇതിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുമ്പം ഇവിടുത്തെ OHന് പകരം OCO-CH3 ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, OC ഡബിൾ ബോണ്ട് CH3 അസറ്റൈൽ ഗ്രൂപ്പാണ് വരുന്നത്. സോ ഇതിൻ്റെ പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും പ്രയോറിറ്റി ആസിഡ് ഗ്രൂപ്പിനാണ്. ദെൻ ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതിൻ്റെ ആസിഡ് ഗ്രൂപ്പിൻ്റെ, കാർബോക്സിലിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിലാണ് ഈ ഒരു അസറ്റൈൽ ഗ്രൂപ്പ് വരുന്നത്. സോ എന്ത് വരും? 2 അസറ്റോക്സി ബെൻസോയിക് ആസിഡ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തതായിട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ പാറ്റേൺ പ്രകാരം നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. സോ R&S കോൺഫിഗറേഷനുകൾ പ്രതിനിധീകരിക്കുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവായ സംയുക്തങ്ങളുടെ ഇനാൻഷ്യോമറുകളെയാണ്. ഇത് കറക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്കറിയാം, ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ Rഉം Sഉം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഒരു ഇനാൻഷ്യോമർ ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണെന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തതായിട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവായ സംയുക്തങ്ങളെ റെസിമേറ്റ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് റെസിമൈസേഷൻ. കറക്റ്റാണ്. നമ്മുടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ആ ഒരു കോമ്പൗണ്ടിനെ നമുക്ക് റെസിമിക് മിക്സ്ചർ അല്ലെങ്കിൽ റെസിമേറ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസിമൈസേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? റെസിമിക് മിക്സ്ചർ എന്ന് പറയുമ്പം ആ ഒരു മിക്സ്ചർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ട് മാറും. സോ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ട് മാറാണ് ചെയ്യുക. ഇനി സിമെട്രി പ്ലെയിനുള്ള ഒരു തന്മാത്ര ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകാം. ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 കൈറാൾ കാർബൺസ് ഉണ്ട്. ഈ 2 കാർബൺ ആറ്റംസും കൈറാളാണ്. ബട്ട് ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൊരു പ്ലെയിനോ സിമെട്രി പ്രസൻ്റ് ആണ്. സോ ഈവൻ തോ കൈറാൾ സെൻറ്റർ ഉണ്ടെങ്കിലും കൂടി പ്ലെയിനോ സിമെട്രി പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇൻറ്റേർണൽ കോമ്പൻസേഷൻ വഴി ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ട് മാറാണ് ചെയ്യുക. ഒപ്റ്റിക്കലി ഇനാക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. സോ ഈ ഒരു കാര്യം, അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകാം, സിമെട്രി പ്ലെയിൻ ഉണ്ടെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകാം എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഡയാസ്റ്റീരിയോമറുകൾ ഇനാൻഷ്യോമറുകൾ അല്ലാത്ത ഒപ്റ്റിക്കൽ ഐസോമറുകളാണ്. അത് കറക്റ്റാണ്. നമുക്കറിയാം, ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് പറയുന്നത് നോൺ മിറർ ഇമേജസ് ആണ്. അതേസമയം ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. ഇനാൻഷ്യോമർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജും അതേസമയം ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് പറയുന്നത് മിറർ ഇമേജസേ അല്ല.
ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ആക്ച്വലി ഡയാസ്റ്റീരിയോമറുകൾ എന്ന് പറയുന്നത് ഇനാൻഷ്യോമറുകൾ അല്ലാത്ത ഒപ്റ്റിക്കൽ ഐസോമറുകളാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ തെറ്റായത് ഏത് എന്നാണ്. സോ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് C6H14 ഫോമുലയുള്ള ആൽക്കൈൻ സംയുക്തത്തിൻ്റെ ഘടന ഐസോമറുകളുടെ എണ്ണം എത്ര? സോ ആൽക്കെയിൻ ആണെന്ന് ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട്. അത് ഒബ്വിയസ് ആണ്. C6H14 അതായത് CnH2n+2 ഈ ഒരു ഫോമുല പ്രകാരമുള്ള സ്ട്രക്ചർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൽക്കെയിൻ ആണ്. സോ നമുക്ക് എങ്ങനെയെല്ലാം വരക്കാൻ പറ്റും? നോർമൽ ആൽക്കെയിൻ, ലോങ് ചെയിൻ ആൽക്കെയിൻ ആയിട്ട് വരക്കാം. 6 കാർബൺ ആണുള്ളത്. ദെൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ പോസിബിൾ ആണ്. ദെൻ ഇങ്ങനെ ഇവിടെ ഒരു ബ്രാഞ്ചിങ് വരുന്ന രീതിയിൽ പോസിബിൾ ആണ്. ദെൻ 2 ബ്രാഞ്ചസ് വരുന്ന രീതിയിൽ, പിന്നെ ഒരേ ആറ്റത്തിൽ തന്നെ 2 ബ്രാഞ്ചസ് വരുന്ന രീതിയിൽ, അങ്ങനെ മൊത്തം 5 ഐസോമറുകളാണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ആസിഡുകളിൽ ഏറ്റവും കുറഞ്ഞ pKa മൂല്യം ഏതിനാണ്? സോ നമ്മൾ അസിഡിറ്റി ആൻഡ് ബേസിസിറ്റി, അതായത് അസിഡിക് സ്ട്രെങ്ത്തും ബേസിക് സ്ട്രെങ്ത്തും റിലേറ്റ് ചെയ്തിട്ട് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ അതിൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോൺസെപ്റ്റും സെപ്പറേറ്റ് വീഡിയോയിൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. സോ pKa വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു -log Ka, where Ka is the dissociation constant of an acid. സോ എത്രമാത്രം ആസിഡിന് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ആസിഡ് എന്താണ്, കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? Ka വാല്യൂ കൂടുന്ന സമയത്ത് അസിഡിക് സ്ട്രെങ്ത് കൂടും. അതേസമയം pKa വാല്യൂ കൂടുന്ന സമയത്ത് അസിഡിക് സ്ട്രെങ്ത് കുറയാണ് ചെയ്യുന്നത്. സോ കുറഞ്ഞ pKa എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? pKa വാല്യൂ കുറയുമ്പം അസിഡിക് സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യാം. ഓക്കെ, സോ ഏറ്റവും സ്ട്രോങ് ആസിഡ് ഏതാണ്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. Cl3COOH എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 3 ക്ലോറിൻ ഗ്രൂപ്പ് ആണുള്ളത്. 3 ക്ലോറിൻ ഗ്രൂപ്പും എന്ത് ചെയ്യും? -I ഇഫക്റ്റ് എക്സേർട്ട് ചെയ്യും. സോ ഇവിടെ നമ്മുടെ കാർബണിൽ 3 ക്ലോറിൻ ഗ്രൂപ്പ് ആണ് ഉള്ളതെങ്കിൽ ഇവിടെയുള്ള C ഡബിൾ ബോണ്ടോ OH, ഓക്കെ, ഇതിൽ എത്രയും പെട്ടെന്ന് H+ വിട്ടുകൊടുക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് ബെറ്റർ ആസിഡായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്. സോ 3 Cl ഗ്രൂപ്പും -I ഇഫക്റ്റ് വഴി ഇവിടെയുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പുൾ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ Hന് പുറത്തു പോകാൻ പറ്റും, H+ ആയിട്ട് പെട്ടെന്ന് പുറത്തു പോകാൻ പറ്റും. സോ മോർ ദ നമ്പർ ഓഫ് ഗ്രൂപ്പ് പ്രസൻറ്റ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ഗ്രൂപ്പുകൾ പ്രസൻ്റ് ആണെങ്കിൽ, മോർ ഗ്രൂപ്പ്സ് -I ഗ്രൂപ്പുകൾ പ്രസൻ്റ് ആണെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് ദി ഗ്രൂപ്പ്, അതായത് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അപ്പോഴും എന്താണ്? അസിഡിക് സ്ട്രെങ്ത് കൂടാണ് ചെയ്യുന്നത്. മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ആണ് വരുന്നതെങ്കിൽ. സോ നമ്മുടെ ഓപ്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 Cl ആറ്റംസ് ഉണ്ട്, ഇവിടെ ആണെങ്കിലോ 2 Cl ആറ്റംസ് ആണ്, ഇവിടെ ഓൺലി 1 Cl ആറ്റം, പിന്നെ ഇതിലാണെങ്കിൽ ഒന്നുമില്ല. സോ ബെറ്റർ ആയിട്ട് ഇലക്ട്രോൺ പുള്ള് നടക്കുന്നത്, -I ഇഫക്റ്റ് കാണിക്കുന്നത് ഓപ്ഷൻ എ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ pKa വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏറ്റവും ശക്തിയേറിയ ആസിഡ് ഏതാണ്? ഏറ്റവും സ്ട്രോങ് ആസിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റനിലെ പോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുന്ന സമയത്ത് ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി, ദെൻ കംസ് ക്ലോറിൻ, ദെൻ കംസ് ബ്രോമിൻ. സോ ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിനായിരിക്കും കൂടുതൽ ആസിഡിക് സ്ട്രെങ്ത് വരുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊപ്പീനിന് എത്തിലീനിനേക്കാൾ കൂടുതൽ സ്ഥിരത ഉണ്ടാകാൻ കാരണം? പ്രൊപ്പീൻ നമുക്കറിയാം, അതായത് 3 കാർബൺ വരുന്ന ആൽക്കീനാണ് പ്രൊപ്പീൻ എന്ന് പറയുന്നത്. എത്തിലീൻ എന്ന് പറയുന്നത് നമ്മുടെ 2 കാർബൺ വരുന്ന ആൽക്കീനാണ്. സോ ഇവിടെ ആക്ച്വലി സ്റ്റെബിലിറ്റി നമ്മൾ പറയുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റിൻ്റെ ബേസിസിലാണ്. കാരണം ഇവിടെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ 3 ആൽഫ ഹൈഡ്രജൻസ് പോസിബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൽ 3 ആൽഫ ഹൈഡ്രജൻസ് പോസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഹൈപ്പർ കോൺജുഗേഷൻ വരുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു ഹൈഡ്രജനെ ഹൈപ്പർ കോൺജുഗേഷനിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും. സോ അതിനൊരു സ്റ്റെബിലിറ്റി വരികയാണ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ ഒറ്റ ആൽഫ ഹൈഡ്രജൻ പോലും ഇല്ല, 0 ആൽഫ ഹൈഡ്രജൻസ് ആണ്. സോ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് വഴിയാണ് പ്രൊപ്പീനിന് എത്തിലീനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത്.
താഴെ പറയുന്നവയിൽ ഏറ്റവും ശക്തമായ ബേസ് ഏതാണ്? ബേസിക് സ്ട്രെങ്ത്തിന്റെ ബേസിസിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു നെഗറ്റീവ് ചാർജ് ഓക്കെ എവിടെയാണ്, ഏത് ആറ്റത്തിന്റെ മേലാണ് ഉള്ളത്, അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതേപോലെ മറ്റൊരു കാര്യം ബേസിസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓക്കെ അതെന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ഡോണർ എബിലിറ്റി ആണ്. എത്രമാത്രം നന്നായിട്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അതായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓക്സിജന്റെ മേലെയാണ് മൈനസ് ചാർജ് വരുന്നത്, ഫസ്റ്റ് കേസിൽ നൈട്രജന്റെ മേലെയാണ് മൈനസ് ചാർജ് വരുന്നത്. സോ കമ്പാരിറ്റീവ്ലി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജൻ ആയിരിക്കും കൂടുതൽ നൈട്രജനെക്കാളും. പിന്നെ വരുന്ന രണ്ടെണ്ണം കാർബൺ ആണ്. സോ കാർബണിനാണ് ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വരുന്നത്. സോ ഏറ്റവും കുറവ് ഇലക്ട്രോനെഗറ്റീവ് ആരാണോ അയാൾക്കായിരിക്കും പെട്ടെന്ന് ഇലക്ട്രോണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലേ. അപ്പോൾ ഡോണർ എബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് നമുക്ക് പറയാം. ഇനി ഈ രണ്ട് സ്പീഷീസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു കാർബൺ ആറ്റം എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസ്ഡ് ആണ്. അതേസമയം നമ്മുടെ ഈ ഒരു കാർബൺ ആറ്റം, ഈ ഒരു കാർബാനിയോൺ വരുന്ന ഈ ഒരു കാർബൺ ആറ്റം എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ ബെറ്റർ ആയിട്ട് നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി പറയുന്ന സമയത്ത് sp-ക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി, ദെൻ sp2, ദെൻ sp3. ഓക്കെ, നമ്മൾ ക്യാരക്ടർ കൂടുമ്പോഴാണല്ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക. അതുകൊണ്ട് തന്നെ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ വരുന്ന ആ ഒരു സ്പീഷീസിലായിരിക്കും ബെറ്റർ ഡൊണേഷൻ പോസിബിൾ ആവുക. അതുകൊണ്ട് ഈ ഒരു കാർബൺ ആയിരിക്കും എന്ത് ചെയ്യാൻ ഡൊണേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തതായിട്ട് നിയോപെന്റൈൽ ഹാലൈഡ് എഥനോളിൽ E1 സംവിധാനം വഴി ആൽക്കീൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? നിയോപെന്റൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ നിയോപെന്റൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. അതായത് 5 കാർബൺ വരുന്ന ഈ ഒരു ടെർഷ്യറി കാർബൺ വരുന്ന ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ നിയോപെന്റൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എഥനോളിൽ, അതായത് നമ്മൾ ഒരു ആൽക്കഹോളിന്റെ പ്രസൻസിൽ E1 റിയാക്ഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ലീവിംഗ് ഗ്രൂപ്പ് പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്കൊരു കാർബോകാറ്റയോൺ വരും. സോ ഈ ഒരു കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ എന്ത് സംഭവിക്കും? ആ ഒരു പെർട്ടിക്കുലർ കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും. സോ നമുക്ക് ടെർഷ്യറി കാർബോകാറ്റയോൺ കിട്ടി. ഇവിടെയാണെങ്കിലോ പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. സോ ഒബ്വിയസ്ലി ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പിൽ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പുറത്ത് പോയിട്ട് ഓക്കെ ഈ ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, അങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യും. സോ നമുക്കൊരു ആൽക്കീന് വരികയാണ് ചെയ്യുന്നത്. സോ ഇതിൽ E1 റിയാക്ഷൻ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ്. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം കമ്പാരിറ്റീവ്ലി ബിഗ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. സോ സ്റ്റെറിക് ഫാക്ടേഴ്സ് കാരണമാണ് E1 മെക്കാനിസം നടക്കുന്നത്, E2 പോസിബിൾ അല്ല. സോ ദ്രാവകത്തിന്റെ കുറവ് ഗാഠത കാരണം, അതായത് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല. സോൾവേഷൻ ഫലത്തിന്റെ കാരണം, സോൾവേഷൻ എഫക്റ്റ് കാരണവും അല്ല. പ്രൈമറി ഹാലൈഡ് ആയതിനാൽ അതുകൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ E2 സംവിധാനം തടയുന്ന സ്റ്റെറിക് ഘടകങ്ങൾ കാരണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തതായിട്ട് ഒരു അസിമെട്രിക് കാർബണിലുള്ള SN2 പ്രതികരണത്തിൽ എപ്പോഴും ലഭിക്കുന്നത് എന്താണ്? സോ ആദ്യം തന്നെ നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കാം, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ഇതിലേക്ക് നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. സോ ഇതൊരു SN2 മെക്കാനിസം ആവുന്ന സമയത്ത് നമുക്കറിയാം ഇത് ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് നടക്കുന്നത്. സോ ഇവിടുന്ന് അറ്റാക്ക് ചെയ്യുമ്പം നമുക്കൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴി പ്രൊഡക്റ്റ് ഫോം ചെയ്യാണ് ചെയ്യുക. ഇനി ഇവിടെ നിന്നും ലീവിംഗ് ഗ്രൂപ്പ് പുറത്തേക്ക് പോയിട്ട് നമുക്കൊരു ഇൻവേർഷൻ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി നമുക്ക് വരുന്നത്. സോ നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് വരും? ഇങ്ങനൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് പോസിബിൾ ആവുന്നത്, ഇൻവേർഷൻ ആണ് വരുന്നത്. സോ ഒറ്റൊരു പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ട് വരുന്നുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഒറ്റ സ്റ്റീരിയോ ഐസോമർ മാത്രമേ വരുന്നുള്ളൂ. അതേസമയം നമ്മുടെ SN1 മെക്കാനിസം ആണെങ്കിൽ SN1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യും. കാർബോകാറ്റയോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു സ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ആണ്. സോ നമുക്ക് ഫ്രണ്ടിൽ വഴിയോ അല്ലെങ്കിൽ ബാക്ക് സൈഡ് അറ്റാക്കോ പോസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു റെസിമിക് മിക്സ്ചർ ആയിരിക്കും കിട്ടുന്നത്. റെസിമിക് മിക്സ്ചർ ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതായത് നമുക്ക് ഇൻവേർഷൻ പ്രൊഡക്റ്റും പോസിബിൾ ആണ്, അതേപോലെ റിട്ടൻഷൻ പ്രൊഡക്റ്റും പോസിബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഒരു ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളായി മാറ്റാവുന്നത് ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ്? ഓക്കെ, ഒരു ആൽക്കൈൽ ഹാലൈഡ് നമുക്കതിനെ ആൽക്കഹോൾ ആക്കിയിട്ട് മാറ്റണം. ഇവിടെ നമ്മളൊരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു NaOH വന്നിട്ട് OH- ആണ് കൊടുക്കുന്നതെങ്കിൽ ബാക്ക് സൈഡ് അറ്റാക്ക് വഴി
SN2 റിയാക്ഷൻ നടന്നുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്കൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോള് കിട്ടും. ഓക്കെ, സോ ആൻസർ വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വഴിയാണ് നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അടുത്തതായിട്ട് ചുവടെയുള്ള ഏത് സംയുക്തമാണ് മാർക്കോണിക്കോവ് നിയമവും പെറോക്സൈഡ് ഫലവും അനുസരിച്ച് ഒരേപോലുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നത്? മാർക്കോണിക്കോവ് എഡിഷൻ അതേപോലെ തന്നെ പെറോക്സൈഡ് എഡിഷൻ വഴി സെയിം പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന ആൽക്കീൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ആക്ച്വലി മാർക്കോണിക്കോഫ് റൂൾ നമുക്ക് അറിയാവുന്നതാണ്. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹൈഡ്രജൻ ബ്രോമൈഡ് അതേപോലെ ഹൈഡ്രജൻ ക്ലോറൈഡ് HCl പോലെയുള്ള ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, മൊളിക്യൂളിൻ്റെ നെഗറ്റീവ് ഭാഗം, അതായത് Br-Cl- അങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവ് പാർട്ട് കുറഞ്ഞ ഹൈഡ്രജൻ അടങ്ങിയ കാർബണിലേക്ക് ചേർക്കപ്പെടും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊപ്പീൻ എടുക്കുന്നു, പ്രൊപ്പീനിലേക്ക് HBr ആഡ് ചെയ്യുന്നു. സോ നെഗറ്റീവ് പാർട്ട് വന്നിട്ട് കുറഞ്ഞ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോവുക. സോ നമ്മുടെ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ പ്രൈമറി കാർബണിലാണ് Br വന്ന് ചേർക്കുന്നത്. ഓക്കെ, ഇനി പെറോക്സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഖറാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ അത് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് നമ്മളൊരു ഈ ഒരു റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് HBr മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. HCl അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളൊന്നും അതേപോലെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് തരില്ല. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഭാഗം കൂടുതൽ ഹൈഡ്രജൻ അടങ്ങിയ കാർബണിലേക്ക് ചേർക്കപ്പെടും. ഉദാഹരണത്തിന് നമ്മുടെ പ്രൊപ്പീനിലേക്ക് നമ്മൾ HBr ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ ഈ Br- എങ്ങോട്ടേക്ക് പോകും, കൂടുതൽ ഹൈഡ്രജൻ ഉള്ള, അതായത് ഈ ഒരു കാർബണിലേക്കാണ് പോകുന്നത്, ഈ ഒരു കാർബണിലായിരിക്കില്ല പോവുക. സോ ഇവിടെ നമുക്ക് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് 1-ബ്രോമോ പ്രൊപ്പെയിൻ ആയിരിക്കും. നമ്മുടെ ചോദ്യപ്രകാരം രണ്ട് റിയാക്ഷനിലും ഒരേ പ്രൊഡക്റ്റ് തരുന്നത് ആരാണ്? സോ അതെന്തായിരിക്കും, ഒരു സിമെട്രിക്കൽ ആൽക്കീൻ ആയിരിക്കും. കാരണം നമ്മൾ അസിമെട്രിക്കൽ ആൽക്കീൻ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വരുന്നത്. സോ എന്ത് വരും, ഒരു സിമെട്രിക്കൽ ആൽക്കീൻ ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, വിച്ച് ഇസ് നമ്മുടെ 2-ബ്യൂട്ടീൻ. ഓക്കെ, അടുത്ത ചോദ്യം, പെറോക്സൈഡ് സാന്നിധ്യത്തിൽ 2-ബ്യൂട്ടീനിൽ HBr ചേർക്കുന്നത് ഏത് തരത്തിലുള്ള പ്രതികരണമാണ്? ഓപ്ഷൻ എ ഇലക്ട്രോഫിലിക് അഡീഷൻ, ഫ്രീ റാഡിക്കൽ അഡീഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ, ഇതിലൊന്നുമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ഒരു പെറോക്സൈഡ് ഇഫക്റ്റ് കാണിക്കുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് നമുക്ക് പെറോക്സൈഡ് ഇഫക്റ്റ് പോസിബിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, SN2 പ്രതികരണത്തിന് താഴെ പറയുന്ന ആൽക്കൈൽ ഹാലൈഡുകളുടെ പ്രതികരണക്ഷമതയുടെ ക്രമം ഏതാണ്? സോ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് നമുക്കറിയാം ലീവിംഗ് ഗ്രൂപ്പ് പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഫോർമേഷൻ പോസിബിൾ ആവുന്നത്. സോ ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിയാക്ഷൻ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും, നമ്മുടെ ആൽക്കൈൽ അയഡൈഡിലായിരിക്കും. ഓക്കെ, പിന്നെ ആൽക്കൈൽ ബ്രോമൈഡ്, ദെൻ ആൽക്കൈൽ ക്ലോറൈഡ് ആൻഡ് ആൽക്കൈൽ ഫ്ലൂറൈഡ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ആൽഡിഹൈഡുകളിൽ ഏതാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ പ്രകാരം ഏറ്റവും കൂടുതൽ പ്രതികരണക്ഷമതയുള്ളത്? ആക്ച്വലി ഏതാണ് കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ? ഓക്കെ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു, നമ്മൾ അതെന്ത് ചെയ്യുന്നു, വന്നിട്ട് ഒരു ഇലക്ട്രോഫിലിക് ആയിട്ടുള്ള കാർബണൈൽ ഗ്രൂപ്പിൽ അറ്റാക്ക് ചെയ്യുന്നു. സോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ന്യൂക്ലിയോഫൈൽ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് എന്ത് വരും, ഓക്സിജൻ്റെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ക്യാരക്ടറും കാർബണിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ക്യാരക്ടറുമാണ് വരുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ HC=H ആണ് ആദ്യത്തേത്. ദെൻ നെക്സ്റ്റ് വൺ CH3C=OH ആൽഡിഹൈഡ് ആണ്. അടുത്തത് CH3CH2C=OH. ദെൻ ഫൈനലി നമുക്കൊരു കീറ്റോൺ ആണ് വന്നിട്ടുള്ളത് CH3C=CH3. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ആക്ച്വലി +I ഇഫക്റ്റ് വഴി ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാന്ന് പറയുമ്പം ഇവിടുത്തെ കാർബണിൻ്റെ പാർഷ്യൽ പോസിറ്റീവ് ക്യാരക്ടർ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പാർഷ്യൽ പോസിറ്റീവ് ക്യാരക്ടർ എത്രമാത്രം കൂടുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറ്റും, ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ബെറ്റർ ആയിട്ട് നടക്കുകയാണ് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ +I ഇഫക്റ്റ് വഴി അത് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി C ഡബിൾ ബോണ്ടൊക്കെ കൊടുക്കുന്നത് വഴി
ന്യൂക്ലിയോഫിലിക് അറ്റാക്കിനുള്ള ടെൻഡൻസി കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏറ്റവും കുറവ് പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്നത് ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഇവിടെയാണെങ്കിലോ നമുക്ക് എല്ലാം തന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് പ്രസന്റ് ആണ്. സോ ബെറ്റർ ആയിട്ട് നമുക്ക് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് പോസിബിൾ ആവുന്നത്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ പോസിബിൾ ആവുന്നത് ഓപ്ഷൻ എ ആണ്, നമ്മുടെ ഫോമാൽഡിഹൈഡ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകളിൽ റിവേഴ്സിബിൾ ഏതാണ്? ആൻസർ വരുന്നത് സൾഫനേഷൻ റിയാക്ഷൻസ് ആണ് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ റിവേഴ്സിബിൾ ആയിട്ട് വരുന്നത്. നൈട്രേഷൻ, ക്ലോറിനേഷൻ, ആൽക്കൈലേഷൻ ഇതൊന്നും റിവേഴ്സിബിൾ അല്ല. നെക്സ്റ്റ് വൺ, ബെൻസീനിൽ അമിതമായ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് സൾഫനേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? ആക്ച്വലി ബെൻസീനിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ സൾഫർ ട്രയോക്സൈഡ് ആണ് ഇലക്ട്രോഫൈൽ ആയിട്ട് വരുന്നത് ആൻഡ് നമുക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ എക്സസ് ആയിട്ട് H2SO4 ചേർക്കുന്ന സമയത്ത് ഈ SO3H എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതായത് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. സോ വീണ്ടും നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് മെറ്റാ പൊസിഷനിലേക്കാണ് കൂടുതൽ പോസിബിലിറ്റി വരുന്നത്. സോ മെറ്റാ ബെൻസീൻ ഡൈസൾഫോണിക് ആസിഡ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കാരണം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ പ്രകാരം നമ്മുടെ റിങ്ങിലോട്ട് ഈ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി പുൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റിങ്ങിലോട്ട് പുൾ ചെയ്യുമ്പം നമുക്ക് എന്ത് സംഭവിക്കും? ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒന്നുകിൽ ഈ ഒരു ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ നമ്മുടെ പാരാ പൊസിഷനിലോ ആയിരിക്കും നമുക്ക് പോസിറ്റീവ് ചാർജ് വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത് അല്ലേ? ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യണം. സോ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഇടത്തേക്ക് ഇലക്ട്രോഫൈൽ ഒരിക്കലും വരില്ല. സോ കമ്പാരിറ്റീവ്ലി ലെസ് പോസിറ്റീവ് ചാർജ് വരുന്നത് ഇവിടെയാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഓൾറെഡി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. സോ അത് കൂടുതൽ ഇലക്ട്രോൺ ഉള്ള സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നിടത്തേക്കാണ് പോവുക. സോ അതുകൊണ്ട് തന്നെ മെറ്റാ പൊസിഷനിലാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. സോ മെറ്റാ ബെൻസീൻ ഡൈസൾഫോണിക് ആസിഡ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടുത്തതായിട്ട് അരോമാറ്റിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏവയാണ് അരോമാറ്റിക്? സോ ഈസി ക്വസ്റ്റൻ ആണ്. അരോമാറ്റിസിറ്റിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. സൈക്ലിക് ആയിരിക്കണം, കോൺജുഗേറ്റഡ് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, 4n+2 പൈ ഇലക്ട്രോൺസ് വരണം. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ റിങ്ങിലേക്ക് വന്നിട്ട് അരോമാറ്റിസിറ്റി പോസിബിൾ ആണ്. 4n+2 പൈ ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യുന്നുണ്ട്. 6 പൈ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇത് അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് ഇതെടുത്തു കഴിഞ്ഞാലും നമ്മുടെ സൈക്ലോപെൻറ്റാ ഡൈനൈൽ ആനിയോൺ ആണിത്. ഇതും അരോമാറ്റിക് ആണ്. അതേസമയം ഈ ഒരു പെർട്ടിക്കുലർ തിങ്, അതായത് ഇവിടെ നമുക്ക് 4 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ ആൻറ്റി അരോമാറ്റിക് ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു കേസിൽ നമുക്ക് കംപ്ലീറ്റ് കോൺജുഗേഷൻ പോസിബിൾ അല്ല. ഇവിടെ കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് അല്ല. ഇൻ ബിറ്റ്വീൻ നമുക്കൊരു sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ വരുന്നുണ്ട്. അതേസമയം ബാക്കിയെല്ലാം തന്നെ sp2 ആണ്. ഓക്കെ, സോ sp3 വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്? കോൺജുഗേഷൻ കംപ്ലീറ്റ് അല്ല. സോ എയും ബിയും ആണ് അരോമാറ്റിക് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പിരിഡീനും പ്ലാനാർ സൈക്ലോ ഒക്ടാ ടെട്രാഈൻ ക്രമമായി ഡാഷ് ആണ്. സോ പിരിഡീനെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിരിഡീൻ എന്ന് പറയുന്നത് അരോമാറ്റിക് ആണ്. നമുക്ക് 4n+2 പൈ ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്, അരോമാറ്റിക് ആണ്. ഓക്കെ, ഇനി സൈക്ലോ ഒക്ടാ ടെട്രാഈൻ, പ്ലാനാർ സൈക്ലോ ഒക്ടാ ടെട്രാഈൻ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്ലാനാർ ആവുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ 1 2 3 4 4 പൈ ബോണ്ട് ആണുള്ളത്. അതുകൊണ്ട് തന്നെ 8 പൈ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. സോ 4n പൈ ഇലക്ട്രോൺ റൂൾ ആണ് ഒബേ ചെയ്യുന്നത്. ആൻറ്റി അരോമാറ്റിക് ആണ് വരുന്നത്. ആക്ച്വലി ഈ ഒരു പ്ലാനാർ ഒക്ടാ ടെട്രായിൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? ഒരു ടബ് ഷേപ്പിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ പ്ലനാരിറ്റി നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഫോമിലേക്ക് വരികയാണ് ചെയ്യുന്നത് വിത്ത് 4 പൈ ഇലക്ട്രോൺസ്. സോ ഇത് ആക്ച്വലി നോൺ അരോമാറ്റിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ക്വസ്റ്റ്യൻ്റെ പ്ലാനാർ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ അരോമാറ്റിക് ആൻഡ് ആൻറ്റി അരോമാറ്റിക് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇനി പറഞ്ഞിട്ടില്ലെങ്കിലോ നോൺ അരോമാറ്റിക് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തമാണ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു ആൽക്കഹോളിനെയും
കാർബോക്സിലിക് ആസിഡിന്റെ ലവണത്തെയും നൽകുന്നത്. നമുക്ക് കിട്ടുന്നത് ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡ് സോൾട്ടും ആണ്. സോ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഏത് റിയാക്ഷൻ ആണ്? പ്രൊഡക്റ്റ് കാണുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, കാനിസാറോ റിയാക്ഷൻ ആണ്. കാനിസാറോ റിയാക്ഷൻ ആരാണ് തരുന്നത്? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ട്സ്. ഓക്കെ, കോമ്പൗണ്ട്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ. സോ ആക്ച്വലി നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് നമ്മുടെ ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡിൽ നമുക്കറിയാം ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ആൽഫ പൊസിഷനിൽ നമുക്ക് ആൽഫ ഹൈഡ്രജൻ വരുന്നില്ല. സോ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂക്ലിയോഫൈൽ വിച്ച് ഇസ് NaOH വന്ന് അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് ഇത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ റിങ്, ദെൻ CO-, അതേപോലെ ഹൈഡ്രജൻ, ദെൻ ഇവിടെ OH. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും ആൻഡ് ഈ ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഒരു പുറത്തേക്ക് പോയ ഹൈഡ്രജൻ H- ആയിട്ടാണ് പോകുന്നത്. H- ആയിട്ട് പോയിട്ട് രണ്ടാമതൊരു ആൽഡിഹൈഡിന്, ബെൻസാൽഡിഹൈഡിനെ പോയി അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്കത് ഇങ്ങനെ കാണിക്കാം. ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, സോ ഇത് ഇങ്ങോട്ടേക്ക് പോകും. ഫസ്റ്റത്തെ ആ ഒരു ആൽഡിഹൈഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? C=OH ആയിട്ട് മാറും. ആൻഡ് ഈ സെക്കൻഡ് വണ്ണിലേക്ക് ഇത് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തു ആൻഡ് ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോവാണ് ചെയ്തത്. സോ നമുക്ക് എന്ത് വരും? ഇവിടെ CH2O- എന്ന് വരും. ഓക്കെ, ഇതിവിടെ വന്ന് അറ്റാക്ക് ചെയ്തു. സോ ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയി, ഈ ഹൈഡ്രജനും CH2 ദെൻ O- വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു പ്രോട്ടോൺ റീഅറേഞ്ച്മെന്റ് നടക്കും. പ്രോട്ടോൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, ഇവിടെയുള്ള ഈ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് പോവും. സോ ഇവിടെ നമുക്ക് CH2OH കിട്ടും, ബെൻസൈൽ ആൽക്കഹോൾ. ആൻഡ് ഇവിടുന്ന് ഈ ഒരു Na+ ഉണ്ടല്ലോ, ഈ ഒരു Na+ ഇവിടെ വന്നിട്ട് സോൾട്ട് ആയിട്ട് മാറും, ONA ആയിട്ട് മാറും. അതായത് O- Na+. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്കൊരു കാർബോക്സിലിക് ആസിഡ് സോൾട്ടും അതേപോലെ ആൽക്കഹോളും ആണ് വരുന്നത്. സോ ആൻസർ വരുന്നത് ബെൻസാൽഡിഹൈഡ് ആണ്. ഇത് നടക്കുന്നത് ആൽഫ ഹൈഡ്രജൻ പ്രസന്റ് അല്ലാത്ത ആൽഡിഹൈഡിനുമാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് പോസിബിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തമാണ് കാനിസാറോ പ്രതികരണം കാട്ടുക? നമ്മൾ ഓൾറെഡി കണ്ടു ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കേസിലാണ്. സോ എന്താണ് ആൻസർ വരുന്നത്? ബെൻസാൽഡിഹൈഡ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി തന്നെയാണ്. നെക്സ്റ്റ് വൺ, സംയുക്തം C5H10O എന്നത് ഫീനൈൽ ഹൈഡ്രസോൺ രൂപീകരിക്കുന്നു. സോ നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട് C5H10O. സ്ട്രക്ചർ നമുക്കറിയില്ല, ബട്ട് അത് ഫീനൈൽ ഹൈഡ്രസോൺ രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഫീനൈൽ ഹൈഡ്രസോൺ തരണമെങ്കിൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രസോൺ തരുവാണ് ചെയ്യുന്നത്. ഫീനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രസോൺ കിട്ടുന്നതാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് ഐദർ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആയിരിക്കും. ആൽഡിഹൈഡോ കീറ്റോണോ തരുന്ന റിയാക്ഷനാണിത്. അവർക്ക് ഫീനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫീനൈൽ ഹൈഡ്രസോൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പൗണ്ട് ഏതാണ്? ഐദർ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ്. എന്നാൽ ടോളൻസും ഐഡോഫോം ടെസ്റ്റുകളും നെഗറ്റീവായി വരുന്നു. ടോളൻസ് ടെസ്റ്റ് തരുന്നത് ആക്ച്വലി ആൽഡിഹൈഡ്സ് ആണ്. ടോളൻസ് ടെസ്റ്റ് തരുന്നത് ആൽഡിഹൈഡ് ആണ്. അതേപോലെ നമ്മുടെ ഐഡോഫോം ടെസ്റ്റ് തരുന്നത് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ഹാവിംഗ് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ്. സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഈ രണ്ട് ടെസ്റ്റും തരുന്നില്ല അല്ലേ? സോ ടോളൻസ് ടെസ്റ്റ് തരുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി അതൊരു കീറ്റോൺ ആയിരിക്കും. കാരണം എന്താ? ആൽഡിഹൈഡ് അല്ല. ആൽഡിഹൈഡ് ആണെങ്കിൽ ടോളൻസ് ടെസ്റ്റ് തന്നേന്. സോ ഇത് കീറ്റോൺ ആയിരിക്കും. സോ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഒരു കീറ്റോൺ ആണ്. സോ ഈ ഒരു ഓപ്ഷനും വരില്ല, ദെൻ ഈ ഒരു ഓപ്ഷനും വരില്ല, കാരണം ഇതൊരു ആൽക്കഹോൾ ആണ്, വരില്ല. ഇനി ഈ രണ്ട് ഓപ്ഷൻസ് ആണ് പിന്നെ കീറ്റോണിൽ വരുന്നത്. ഓക്കെ, ഐഡോഫോം ടെസ്റ്റും തരില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് പ്രസന്റ് അല്ല. മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രസന്റ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ നോക്കിയേ, ഈ സെക്കൻഡ് ഓപ്ഷന്റെ ഈ ഒരു ഗ്രൂപ്പ് അല്ലേ വരുന്നത്? COCH3 ഗ്രൂപ്പാണ് വരുന്നത്. സോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആണ് 21st കേസിൽ ആൻസർ വരുന്നത്. പിന്നെ അവസാനം പറഞ്ഞിട്ടുണ്ട് സംയുക്തം റിഡക്ഷൻ നടക്കുമ്പോൾ N-പെൻറ്റൈൻ ഉൽപ്പന്നമായി ലഭിക്കുന്നു. സോ ഈ ഒരു കോമ്പൗണ്ടിന് നമ്മൾ റിഡക്ഷൻ നടത്തുന്നു. വുൾഫ് കിഷ്ണർ റിഡക്ഷൻ, അങ്ങനെയുള്ള റിഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ CO ഗ്രൂപ്പ് CH2 ഗ്രൂപ്പായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് N-പെൻറ്റൈൻ പോസിബിൾ ആണ്. അടുത്തതായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ അന്തിമ ഉൽപ്പന്നം ഏതാണ്? ഫൈനൽ പ്രൊഡക്റ്റ് ആണ് എഴുതേണ്ടത്. സിമ്പിൾ റിയാക്ഷൻ ആണ് ആക്ച്വലി.
സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ ഒരു ആൽഡിഹൈഡ് ഉണ്ട്. ആൽഡിഹൈഡിലേക്ക് ഹൈഡ്രജൻ സയനൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ CH3 C ഡബിൾ ബോണ്ടോ H, ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? HCl, ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്യുന്നു. H+ഉം CN- ആണ്. സോ ഇത് വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? സയനോ ഹൈഡ്രൻ ആണ് ഫോം ചെയ്യാം. സോ CO- എന്ന് വരും. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ O- ആവും. അവിടത്തേക്ക് ഈ ഒരു H+ പോവും. സോ OH എന്ന് നമുക്ക് എഴുതാം. പിന്നെ CN, അതേപോലെ H. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സയനോ ഹൈഡ്രീൻ. ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. സോ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ചോദ്യങ്ങൾ വരാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഇനി ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു സയനൈഡ് ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. സോ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം CH3- ഉം Mg+ ആണ് വരിക. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യും? ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? CH3 CHOH. ഇനി താഴേക്ക് ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ആ കാർബണിലേക്കാണ് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? CH3 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് N- Mg Br+. ഇങ്ങനെ നമുക്ക് എഴുതാം. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെ H3O+ കൊടുത്തിട്ടുണ്ട് അല്ലേ? H3O+ വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു നൈട്രജനുമായിട്ട് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. സോ CHOH CH3 then C ഡബിൾ ബോണ്ട് NH ഇവിടെ CH. ഓക്കെ, സോ CH3 നമുക്ക് കിട്ടി. ഇതൊരു ഇമീൻ ആണ്. C ഡബിൾ ബോണ്ട് NH ഗ്രൂപ്പാണ്, അതൊരു ഇമീൻ ഗ്രൂപ്പാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് വീണ്ടും H+ അവൈലബിൾ ആണ്. സോ ഇങ്ങോട്ട് ഇതിലേക്ക് H+ വീണ്ടും വരുന്നു. ഒറ്റ സ്റ്റെപ്പിൽ കാണിക്കാം. ഇവിടെ H+ വരുന്നു. സോ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു നൈട്രജനുമായിട്ട്. സോ നൈട്രജൻ്റെ മേലെ പോസിറ്റീവ് ചാർജ് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾ വരുന്നു. വാട്ടർ മോളിക്യൂൾ വന്നിട്ട് ഈ ഒരു കാർബണിൽ അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് വരും? CHOH CH3. ഓക്കെ, ആക്ച്വലി ഇവിടെ നടുവിലൊരു കാർബൺ ഇല്ല. ഈ കാർബണും അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, യെസ്. ഇനി ഇവിടുന്ന് C വന്നു. ദെൻ താഴത്തെ കാർബണിലേക്ക് വാട്ടർ വന്ന് ആഡ് ചെയ്തു. OH2+. ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ഇങ്ങോട്ടേക്കൊരു NH2 ഗ്രൂപ്പാണ് വരുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ, ഈ ഒരു O+ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോകുന്നു. H+ ആയിട്ട് പുറത്തേക്ക് പോകും. സോ നമുക്ക് എന്ത് കിട്ടും? OH എന്നുള്ളത് കിട്ടും. പുറത്ത് പോയിട്ടുള്ള ഈ ഒരു ഹൈഡ്രജൻ വീണ്ടും ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പ്ലസ് ചാർജ് വരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ സിമ്പിളാണ്. ഈ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് വരുന്നു. ഈ ഒരു ബോണ്ട്, ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരുന്നു. ആൻഡ് ഈ ഒരു ബോണ്ട് നമുക്ക് പുറത്തേക്ക് പോകുന്നു. അമോണിയ മോളിക്യൂളായിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഫൈനലി നമുക്ക് കിട്ടുന്നത് CH3 CHOH C ഡബിൾ ബോണ്ടോ CH3. ഓക്കെ, ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി രൂപപ്പെടുന്ന കോപോളിമർ? നമുക്ക് രണ്ട് ടൈപ്പ് പോളിമറൈസേഷൻ ഉണ്ട്. കണ്ടൻസേഷൻ പോളിമറൈസേഷനും അതേപോലെ തന്നെ അഡീഷൻ പോളിമറൈസേഷനും. അഡീഷൻ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് ലോങ് ചെയിൻ അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിട്ടാണെങ്കിലും മോണോമർ ചെയിൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് പോളിമറൈസേഷൻ പോസിബിൾ ആവുന്നതാണ് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബ്യൂണ എസ് എടുത്തു കഴിഞ്ഞാൽ, ബ്യൂണ എസ് നമുക്കറിയാം 1,3-ബ്യൂട്ടാഡൈനും അതേപോലെ സ്റ്റൈറീനും തമ്മിലുള്ള പോളിമറാണ്. നിയോപ്രീൻ എന്ന് പറയുന്നതോ ഐസോപ്രീൻ്റെ പോളിമറാണ്. പോളിത്തീൻ ആണെങ്കിൽ എത്തിലീൻ്റെ പോളിമറാണ്. അതേസമയം മെലാമിൻ ഫോമാൽഡിഹൈഡ് പോളിമർ എന്ന് പറയുന്നത് രണ്ട് മോളിക്യൂളുകൾ തമ്മിൽ കണ്ടൻസ് ചെയ്തുകൊണ്ട്, ഓക്കെ, ഏതെങ്കിലും ഒരു കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത്, വാട്ടർ അല്ലെങ്കിൽ അമോണിയ പോലെയുള്ള മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ കണ്ടൻസേഷൻ പോളിമർ. സോ മെലാമിൻ ഫോമാൽഡിഹൈഡ് റെസിൻ ആണ് ആൻസർ വരുന്നത്. ഈ ഒരു പോളിമർ ആണ് നമുക്ക് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മെലാമിൻ പോളിമർ ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സെറ്റുകളിൽ ഏതാണ് ബയോഡീഗ്രേഡബിൾ പോളിമർ രൂപപ്പെടുത്തുന്നത്? ആൻസർ വരുന്നത് ആക്ച്വലി 3-ഹൈഡ്രോക്സി-ബ്യൂട്ടനോയിക് ആസിഡ് ആൻഡ് 3-ഹൈഡ്രോക്സി-പെന്റനോയിക് ആസിഡ്. ഇതാണ് നമുക്കൊരു ബയോഡീഗ്രേഡബിൾ പോളിമർ തരുന്നത്. അക്രിലോ നൈട്രൈൽ ആൻഡ് 1,3-ബ്യൂട്ടാഡൈൻ, ഇത് ആക്ച്വലി നമുക്ക് ബ്യൂണ എന്ന് പറയുന്ന ഒരു പോളിമർ ആണ് തരിക. സോ ഇതെന്തായാലും വരില്ല. അതേപോലെ ഈ ഒരു
എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ടെറഫ്താലിക് ആസിഡ് നമുക്ക് തരുന്നത് ഡാക്രോൺ എന്ന് പറയുന്ന ഒരു പോളിമറാണ്. ദെൻ അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെത്തിലീൻ ഡയമീൻ വരുന്നത് നൈലോൺ 66 എന്ന് പറയുന്ന പോളിമറാണ്. ഈ പോളിമേഴ്സ് ഒന്നും തന്നെ ബയോഡിഗ്രേഡബിൾ അല്ല. ആൻഡ് ഇവർ രണ്ടാളും റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പോളിമർ 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് ആൻഡ് 3-ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡ് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പോളിമറാണ് PHBV എന്ന് പറയുന്നത്. അതൊരു ബയോഡിഗ്രേഡബിൾ പോളിമറാണ്. അത് വരുന്നത് പോളി 3-ഹൈഡ്രോക്സി ബ്യൂട്ടാനൈൽ കോ 3-ഹൈഡ്രോക്സി വെലറേറ്റ്, ഈ ഒരു കോമ്പൗണ്ട് ആണ് ആ ഒരു പെർട്ടിക്കുലർ വൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് നോൺ റെഡ്യൂസിങ് ഷുഗർ? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. സുക്രോസ് ആണ് നോൺ റെഡ്യൂസിങ് ഷുഗർ. സോ ഇത്രയാണ് ഓർഗാനിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ. നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് ഡിഫറെൻറ്റ് മൊഡ്യൂൾസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. So all the best for your preparation. Thank you so much for watching.